ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഈ ബട്ടർഫ്ലൈ ഇതിന് ഒത്തിരി ദൂരമൊന്നും പറക്കാൻ വയ്യ കേട്ടോ. എന്തെങ്കിലും വയ്യായ്മയൊക്കെ കൊണ്ടായിരിക്കും. ഇതിനെ കണ്ടു പറഞ്ഞ തക്കു പറഞ്ഞ അമ്മ ഇതിനെ ഒന്ന് പിടിച്ചു തരാമോ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കൊടുത്തില്ല, കാരണം ഇതിനെ എങ്ങാനും പിടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഡെഡ് ബോഡിയും കൂടി ഞാൻ കാണേണ്ടി വരും. തക്കു ഇതിനെ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിടിച്ചൊന്നും കൊടുത്തില്ല. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നിടത്തോട്ടല്ല ഇത് പറക്കുന്നത്. അതെന്നാ പറച്ചില്ല, അതിന് ഇഷ്ടമുള്ളിടത്തല്ലേ അത് പറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ 2-3 വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാനും തക്കവും കൂടെയൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒക്കെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല ഇടിച്ചു കൂത്തി മഴ. പുറത്തോട്ട് പോകാനും പറ്റത്തില്ല ഈ മഴയത്ത്. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വാഴ അങ്ങ് ഒടിഞ്ഞു കേട്ടോ. നല്ല കുലച്ച് നിൽക്കുന്ന വാഴയായിരുന്നു. പക്ഷെ എന്നാ പറയാനാ, അത് ഒടിഞ്ഞതേ അവിടെ കിടപ്പുണ്ട്. ഒരു ഭിത്തിയെ ചാരി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചുണ്ടെല്ലാം ഒടിച്ചെടുത്ത് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഒരു തോരനാവുമല്ലോ എന്നോർത്താണ്. അങ്ങനെ ചുണ്ടെല്ലാം പിച്ചെടുത്ത് അമ്മ കൊത്തി എറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമേ ഉള്ളൂ പറയാനായിട്ട്. ഇത് കഴിക്കണം. ഇത് നമ്മുടെ ശരീരത്തിനും വയറിനും ഒക്കെ നല്ലതാണ്. നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും കല്ലോ മുറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഇതും പിണ്ടിയൊക്കെ നല്ല ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും കഴിക്കാതിരിക്കില്ല, ഇത് മാക്സിമം കഴിക്കണം. അങ്ങനെ അമ്മ ഇത് കൊത്തി എറിയുന്ന സമയത്ത് ഞാനും തക്കുവും കൂടി പോയി കുളിച്ച് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഴ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുക. അപ്പോഴത്തേക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ തണുപ്പെങ്ങാനും ആയാലോ എന്ന് ഓർത്ത് ഞാനും തക്കുവും കൂടി ഓടിപ്പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആഡ് ചെയ്തേക്കുന്ന ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സെറ്റായി നിന്ന് പിന്നെ ഞാനും തക്കുവും കൂടി ടോജി ആൻറ്റിയുടെ അടുത്തോട്ട് പോയി കേട്ടോ. ടോജി ആൻറ്റിയുടെ അടുത്തോട്ട് പോയ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ടോജി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പം വേറൊന്നുമല്ല, ഞാൻ വിളക്കാണേ വാങ്ങിച്ചത്. ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്. ആ ടിപ്പ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവേ. അപ്പം നമ്മുടെ ജോജി ആൻറ്റിയുടെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ജോജി ആൻറ്റിയുടെ വീട്ടിലോട്ട് ഫോണുമായിട്ട് വന്നാൽ തന്നെ ജോജി ആൻറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാനും. പക്ഷേ ജോജി ആൻറ്റിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വീഡിയോയ്ക്കകത്ത് വരാൻ. അതാണ് ഞാൻ ഇവരെ സ്റ്റിക്കർ കൊടുത്തേക്കുന്നത്. ജോജി ആൻറ്റി പറഞ്ഞ് എന്നെ ആഡ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ്. അപ്പം ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മളത് വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ജോജി ആൻറ്റിയുടെ ഫേസ് ഇങ്ങനെ സ്റ്റിക്കർ കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മ തോരനൊക്കെ റെഡിയാക്കി, മീനൊക്കെ വറുത്ത്, നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റാക്കി. പുറത്താണെങ്കിൽ ഇടിച്ചൂത്തി മഴ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളായിരുന്നു. ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.